സ്റ്റുഡൻസിൻ്റെ എൻറോൾമെൻറ്റ് തടഞ്ഞുകൊണ്ട് ബാർ കൗൺസിലിൻ്റെ ഒരു ഓർഡർ വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഈ പറയുന്ന എൻറോൾമെൻറ്റിന് ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായൊരു പ്രശ്നമാണ്. അതേ സംബന്ധിച്ച് മുൻ ബാർ കൗൺസിൽ പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കളുടെ ഒരു പ്രതികരണം. അതിനകത്ത് ഇത്തവണത്തെ കോൺവെക്കേഷനാണ് ചീഫ് ജസ്റ്റിസിനെ വിളിച്ചിരുന്നത്. ആ ചീഫ് ജസ്റ്റിസാണല്ലോ ഈ കോക്രോച്ച് എന്നുള്ള പരാമർശം നടത്തുകയും അതൊക്കെ യുവജനങ്ങളെ കുറച്ച് ആക്ഷേപിക്കുന്ന രീതിക്കുള്ള ഒരു പരാമർശമായി എന്നെടുത്തിട്ട് വലിയ രീതിക്ക് ആക്ഷേപം ജെൻസി ഗ്രൂപ്പിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കേണ്ട എന്നാണ് നൻസാറിനെ കുട്ടികൾ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ അറിയിക്കുകയും അങ്ങനെ വരണ്ട എന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയർമാൻ അതിനകത്ത് ഇടപെട്ട് അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആ ബാച്ചിൽ ഈ പ്രാവശ്യത്തെ നൻസാറിലെ 26 ബാച്ചിലെ കുട്ടികളെ ഇന്ത്യയിലുള്ള ഒരു ബാർ കൗൺസിലും എൻറോൾ ചെയ്യാൻ പാടില്ല എന്ന ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനം എല്ലാവരും അറിയിക്കുകയും ചെയ്തു. തുടർന്ന് അത് വലിയ രീതിയിലുള്ള എതിർപ്പുണ്ടായി. അത് ഈ CJPക്കാരുടെ അടുത്തൊക്കെ എതിർപ്പുണ്ടായി. പിന്നീട് ആ നോട്ടിഫിക്കേഷൻ പിൻവലിക്കണ്ടേ. മാത്രമല്ല പിറ്റേ ദിവസം കോടതിയിൽ അത് മെൻഷൻ ചെയ്തപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്ത് അദ്ദേഹം വളരെ ഗൗരവമായിട്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നടപടി ശരിയായില്ല, വാട്ട് ഇസ് ബിസിനസ് ഓഫ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ ഒരു ഓപ്പൺ പരാമർശം നടത്തുകയും ചെയ്തു. ഇതിനകത്ത് സംഭവം ഇതാണ്. അപ്പോൾ അതിനകത്ത് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് ഇവർക്ക് കുട്ടികൾക്ക് ഇത് ഇന്ത്യൻ ജനാധിപത്യ രാഷ്ട്രമാണ്, കുട്ടികൾക്ക് വിയോജിക്കാനുള്ള അവകാശമുണ്ട്, അവർക്ക് തന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, അതോട് തീർന്നു, ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് പിന്നീട് അതിനകത്ത് ഒരു പ്രതികാര നടപടിയൊന്നും ശരിയല്ല എന്ന രീതിയിലൊരു ജനാധിപത്യപരമായിട്ടുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ബാർ കൗൺസിലിന് അങ്ങനെ ഒരു ഇത് പറയാനുള്ള അവകാശമുണ്ട്, യഥാർത്ഥത്തിൽ അധികാരമുണ്ട്. ബാർ കൗൺസിലാണല്ലോ എൻറോൾമെൻറ്റിൻ്റെ അത് എൻറോൾ ചെയ്യിക്കുന്ന സ്റ്റേറ്റ് ബാർ കൗൺസിലാണ്, ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അല്ല. അപ്പോൾ അതുകൊണ്ട് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ചെയ്തത് എല്ലാ ബാർ കൗൺസിൽസിനെയും അറിയിക്കുകയാണ് ചെയ്തത് ഇവരെ എൻറോൾ ചെയ്യിക്കുന്നത്. അപ്പോൾ എൻറോൾമെൻറ്റിൻ്റെ ഒരു അഡ്വക്കേറ്റ്സ് ആക്ട് അനുസരിച്ചിട്ട് എൻറോൾമെൻറ്റ് എന്ന് പറഞ്ഞാൽ ബാർ കൗൺസിലിൻ്റെ ഒരു പ്രൊറോഗേറ്റീവാണ്. സ്വാഭാവികമായിട്ടും എൻറോൾമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാം. പക്ഷേ എല്ലാത്തിനും എന്ത് തീരുമാനം എടുക്കുമ്പോഴും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കും ഒരു മൗലികമായിട്ടുള്ള അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഡെമോക്രസിയും ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് തീരുമാനം എടുക്കേണ്ടത്. ഇവിടെ അവർ ജനാധിപത്യപരമായിട്ടുള്ള അവകാശമാണ് നമ്മുടെ ഡിസെൻറ്റ് എന്ന് പറയുന്നത്. ആ ഡിസെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നീതിന്യായ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്, ജുഡീഷ്യറിയുടെ ഭാഗമാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശം. ഈ ചീഫ് ജസ്റ്റിസിന് ഇപ്പോൾ അങ്ങനെ ഒരു മനമാറ്റം വരാനുണ്ടായ കാരണം എന്തായിരിക്കാം? കാരണം അദ്ദേഹം CJPയുടെ സമരങ്ങളോടൊക്കെ വളരെ നിഷേധാത്മകമായ നിലപാടെടുത്തതാണ്. അത് വ്യക്തി എന്ന രീതിക്ക് അദ്ദേഹം വളരെ സാന്ദർഭികമായിട്ട് പറഞ്ഞ ഒരു പരാമർശമായിരുന്നു കോക്രോച്ച് എന്നുള്ളത്. അത് പിന്നീട് അത് യുവജനങ്ങളെ ആക്ഷേപിക്കുന്ന രീതിക്ക് അത് വരികയും അത് പിന്നീട് ഒരു പ്രസ്ഥാനമായിട്ട് മൂവ്മെൻ്റായിട്ട് മാറുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ തന്നെ അദ്ദേഹത്തെ അത് അങ്ങനൊരു ഉൾക്കാഴ്ച കൊടുത്തിട്ടുണ്ടാവണം അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് ഈ തലമുറയായിട്ട് നമ്മുടെ ഏറ്റുമുട്ടലിന് വേണ്ട എന്നുള്ള രീതിയിൽ ജനാധിപത്യപരമായിട്ടുള്ള നിലപാട് അദ്ദേഹം സ്വീകരിക്കാൻ കാരണം അത് തന്നെയാണ്. പക്ഷേ ഇത് പ്രഥമാധിപനാണ് അതിൻ്റെ അവസാന തീരുമാനം എടുക്കുന്നതെന്നാണ് BCI പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതേതായാലും BCI നോട്ടിഫിക്കേഷൻ പിൻവലിച്ചു കഴിഞ്ഞു. അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാണ്. ഏതായാലും ഏത് ഉന്നതരംഗത്ത് ഇരിക്കുന്നവർക്കും ഈ ചെറുപ്പക്കാരുടെ ഒരു മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് വയ്ക്കാൻ കഴിയില്ല. അത് ഗവൺമെൻറ്റിനും കഴിയില്ല. അത് ഇനി അങ്ങോട്ട് ലോകം ഭരിക്കാൻ പോകുന്നത് ഈ ഒരു ഗ്രൂപ്പാണ്. അവരെ വേണ്ട രീതിക്ക് ചാനലൈസ് ചെയ്യുക, അവരെ വേണ്ട രീതിക്ക് നയിക്കുക എന്നുള്ളതാണ് ഓൾഡ് ജെല്ലിൻ്റെ ഒരു ഉത്തരവാദിത്വം. അവരെ നയിക്കുക എന്നല്ല, അവർക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക. നയിക്കൽ ചിലപ്പോൾ ഒരു ഇഷ്ടപ്പെട്ടോളുന്നില്ല, പക്ഷേ അവർക്ക് ഒരു ദിശാബോധം നൽകാൻ കഴിയുകയാണെങ്കിൽ എന്നാൽ മാത്രമാണ്. അല്ലെങ്കിൽ ഈ ലോകത്ത് നടന്നിട്ട് ജനസി വിപ്ലവങ്ങളൊക്കെ തന്നെ ഉണ്ടായിട്ട് അവിടെയൊക്കെ പിന്നീടുണ്ടായിട്ടുള്ളത് അരാജകത്വമാണ്, അല്ലെങ്കിൽ മതഭരണത്തിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെയാണ്. ഇതിൻ്റെ പിന്നിൽ കേന്ദ്ര ഭരണകൂടത്തിൻ്റെ എന്തെങ്കിലും ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവാൻ കഴിയും. അതില്ല, ഒരു ബാർ കൗൺസിൽ ചീഫ് ജസ്റ്റിസ് അവിടുത്തെ കുട്ടികൾ അവരുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളും അഭിപ്രായ വ്യത്യാസമൊക്കെ തന്നെയാണ്. ഇതിനു മുമ്പ് ഇങ്ങനെ ബാർ കൗൺസിൽ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നുണ്ടാക്കിയിട്ടുണ്ട്. ബാർ കൗൺസിൽ ഇതുപോലെ ഒരു എൻറോൾമെൻറ്റ് മാസമായിട്ട് തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തീരുമാനം ഇതിനും ഉണ്ടായിട്ടില്ല.